ആന്റണി രാജു MLA-ക്കെതിരായിട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വന്നു. ആന്റണി രാജു ട്രയൽ ഫേസ് ചെയ്യണം എന്ന് സുപ്രീം കോടതി ഓർഡർ ഇട്ടിരിക്കുന്നു. 30 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. 1993 ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു. ഓസ്ട്രേലിയൻ സിറ്റിസൺ ആൻഡ്രൂ സാൽവട്ടോർ എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ പാൻറിൻ്റെ അടിയിലെ അണ്ടർവെയറിനകത്ത് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളെ 10 വർഷം ശിക്ഷിച്ചു. അന്നത്തെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സെലിം വിൽഫ്രഡ് അവരിന്നില്ല. അവരുടെ ജൂനിയറായ ആന്റണി രാജു MLA-യുമായിരുന്നു. ഏതായാലും അതിനെതിരായി ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി ആ കേസ് FIR കോഷ് ചെയ്ത് കളഞ്ഞു. 10 വർഷം ശിക്ഷിച്ച അയാള് നിരപരാധി എന്നും അയാളുടെ തൊണ്ടിയായി പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ജഡ്ഡി അല്ലെങ്കിൽ ബ്രീഫ് അല്ലെങ്കിൽ അയാളുടെ അണ്ടർവെയർ, അത് ഒരു കൊച്ചുകുട്ടിയുടെ അണ്ടർവെയർ ആണ്, അയാൾക്കിടാൻ പാകത്തിലുള്ളതല്ല. അവിടെ കൃത്രിമമുണ്ട്, അവിടെ തെളിവ് നശിപ്പിച്ചു, അല്ലെങ്കിൽ തെളിവ് പോലീസ് കൃത്യമായി ഉണ്ടാക്കിയതാണ്. അതായിരുന്നു വാദഗതി. ഹൈക്കോടതി അത് പരിശോധിച്ചു. ആ കേസ് ഹൈക്കോടതി FIR ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ കൂടെ ഹൈക്കോടതി പറഞ്ഞു ഒരു കാര്യം കൂടെ, 195B(1) പ്രകാരം ഫോൾസ് എവിഡൻസ് ഉണ്ടാക്കി ഒരാളെ ശിക്ഷിക്കാൻ ശ്രമിച്ചാലും അതും കുറ്റകരമാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഇന്നലെ വന്നു. ആന്റണി രാജുവിന് അതൊരു വലിയ ബ്ലോയാണ്. ജസ്റ്റിസ് CT രവികുമാറും സഞ്ജയ് കരോളിന്റെ വിധിയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് സുപ്രധാനമായ 3 നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒന്ന്, ഈ കേസ് ഹൈക്കോടതിയിലെ അക്യൂട്ട് ചെയ്തതും FIR ക്വാഷ് ചെയ്തതും നിയമവിരുദ്ധമാണ്. അതിനെതിരായിട്ട് അപ്പീല് പോയി സുപ്രീം കോടതിയിലെ അജയൻ നോയൽ എന്ന് പറഞ്ഞ ആള്. അയാൾക്ക് ഈ കേസ് സുപ്രീം കോടതിയിലെ കേസ് കൊടുക്കാനോ അത് കക്ഷി ചേരാനോ ലോക്കൽ സ്റ്റാൻഡി ഇല്ല എന്നൊരു പെറ്റീഷൻ കൂടി ആന്റണി രാജു MLA സുപ്രീം കോടതിയിൽ ഇട്ടു. സുപ്രീം കോടതി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. അതിനകത്ത് ചില 3 നിരീക്ഷണങ്ങൾ വന്നു. ഒന്ന്, അജയൻ നോയലിന് ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്. ഇന്ത്യയിലെ ഏത് പൗരനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് തെറ്റായിട്ടാണ് കോടതിയിലെ ജഡ്ജ്മെന്റ് വന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ട് എവിഡൻസുകൾ സൃഷ്ടിച്ചാണ് ആ കോടതിയിൽ അക്വിറ്റൽ വാങ്ങിച്ച് എന്ന് വന്നാൽ ഇന്ത്യയിലെ ഏത് പൗരനും അപ്പീൽ കൊടുക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ലോക്കൽ സ്റ്റാൻഡി ഉണ്ടെന്ന് തന്നെ നിരീക്ഷിച്ചു. രണ്ടാമത്, ഹൈക്കോടതിക്ക് ഈ കാര്യത്തിൽ ചെറിയ തെറ്റുപറ്റി. 195B(1) പ്രകാരം ഫോൾസ് എവിഡൻസ് ഈ കേസിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം കോടതിയിരുന്ന തൊണ്ടി സാധനം അത് ഓസ്ട്രേലിയൻ പൗരന് ഇടാൻ പാകത്തിലുള്ള അദ്ദേഹത്തിന്റെ അണ്ടർവെയർ, അത് കോടതിയിലെ ക്ലാർക്കും ആ വക്കീലും ചേർന്നും മാറ്റി അത് ഫോൾസ് എവിഡൻസ് സൃഷ്ടിച്ചു. അതിൻ്റെ പുറത്താണ് ഹൈക്കോടതി അത് FIR ക്വാഷ് ചെയ്തതും ആ കേസ് അക്വിറ്റ് ചെയ്ത് കളഞ്ഞതും. ഒരു ഡിനോവ ഫ്രഷ് എൻക്വയറി, ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിന് ഉണ്ടാകണം എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്രിമ തെളിവുണ്ടാക്കി ഈ കേസ് അക്വിറ്റ് ചെയ്യിപ്പിച്ചു. അതിനെതിരായിട്ടൊരു കേസാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തത്. അത് അവിടുന്ന് മാറ്റി നെടുമങ്ങാട്ടോട്ട് വിട്ടു എന്നാണ്. അപ്പൊ ആ ഡിനോവ ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ 1 വർഷത്തിനകം പൂർത്തിയാക്കി കുറ്റചാർജ് തയ്യാറാക്കണമെന്നുള്ള നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഇതിനകത്തുണ്ടായിരുന്ന തൊണ്ടി സാധനങ്ങൾ, അത് കോടതിയിലിരിക്കുന്ന തൊണ്ടി സാധനങ്ങൾ കൃത്രിമം വരുത്തി എന്നുള്ള കുറ്റചാർജാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി പറയുന്നത് ഇതിനകത്ത് നർക്കോട്ടിക് കേസാണ്, അതിന് ഏറ്റവും കഠിനമായ ശിക്ഷ അവാർഡ് ചെയ്തും ഡെത്ത് പെനാൽറ്റിമെന്റ് വരെ കൊടുത്തിരിക്കുന്ന ഒഫൻസാണ് നർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാം, ജീവപര്യന്തം കൊടുക്കാം,
10 വർഷത്തെ തടവ് വരെ കൊടുക്കാം. അതിന് കള്ളത്തെളിവ് ഉണ്ടാക്കുന്ന ഒരാൾക്കും അതേ രീതിയിലുള്ള ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തെളിവ് ഉണ്ടാക്കി ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം അയാളെ 10 വർഷമോ അത് കൂടുതലോ ശിക്ഷയ്ക്ക് അർഹരാണ്. രണ്ടു വിധത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കള്ളത്തളവ് ഉണ്ടാക്കി ഒരാളെ ശിക്ഷിക്കാൻ പോയാലും ശരി, അയാളെ നാച്ചുറലായിട്ട് അയാൾ കാണിച്ച കുറ്റമാണെങ്കിൽ അതിലുള്ള ശിക്ഷയും ഒന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രഗ്സ് ആക്ടിനകത്ത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോകാൻ ആന്റണി രാജുവും സംഘവും. കാരണം ഇതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് എൻക്വയറി കേരളത്തിൽ നടത്തി. കാരണം കോടതിയിലിരിക്കുന്ന തൊണ്ടി സ്ഥാനത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതേപ്പറ്റി ഒരു വിജിലൻസ് എൻക്വയറി നടത്തി. ആ വിജിലൻസ് എൻക്വയറിയിലെ തൊണ്ടി സാധനങ്ങൾ ക്ലാർക്കും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാരന്റെ വക്കീല് ആന്റണി രാജുവും കൂടെ ചേർന്ന് തൊണ്ടി സാധനം കോടതിയിൽ നിന്ന് പരിശോധിക്കാൻ വാങ്ങിച്ചിട്ട് കൃത്രിമമായി അത് ചെറുതാക്കി കോടതി കൊടുത്തു. അതിന്റെ മെഷർമെന്റിലെ വ്യത്യാസം വന്ന് കൊച്ചുകുട്ടിയുടെ ഒരു ബ്രീഫാണ് അല്ലെങ്കിൽ അണ്ടർവെയർ ആണ് എന്ന് സ്ഥാപിക്കാൻ കൃത്രിമ തെളിവുണ്ടാക്കി എന്നുള്ളതാണ്. എന്തായാലും ലീഗലായിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്.